പേരുദോഷം തീരാത്ത വിമാന കമ്പനിയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. ഗൾഫിൽ നിന്നുമുള്ള യാത്രക്കാരെ പെരുവഴിയിലാക്കുകയും കൊടും ചൂടത്ത് നിർത്തുകയും ഒക്കെ ചെയ്യുന്ന വിമാന കമ്പനി. വിമാനത്താവളത്തിലെ എല്ലാ നടപടികളും പൂർത്തിയാക്കിയ ശേഷം വീട്ടമ്മയുടെ യാത്ര എയർ ഇന്ത്യ എക്സ്പ്രസ് തടഞ്ഞു എന്നുള്ളതാണ് പുതിയ പരാതി. അതേസമയം അബുദാബിയിൽ നിന്നും അനുമതി ലഭിക്കാത്തതുകൊണ്ടാണ് യാത്രക്കാരിയുടെ യാത്ര തടയേണ്ടി വന്നതെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിശദീകരിക്കുന്നു. നമ്മൾ ബോർഡിങ് കഴിയുന്നു, ഇമിഗ്രേഷൻ കഴിയുന്നു, നമ്മൾ റിലാക്സ് ചെയ്തിരിക്കുന്നു, ആൾക്കാർ ഓൺ ബോർഡ് ചെയ്ത് തുടങ്ങുന്ന സമയത്താണ് നമ്മളെ വിളിച്ച് പറയുന്നത്. അതും ഒരു 10 മിനിറ്റ്സേ ഉള്ള ഫ്ലൈറ്റ് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അന്നേരം. അപ്പോൾ അവർ വന്നിട്ട് ഇപ്പം തീരുമാനിക്കണം, ഒന്നുകിൽ നിങ്ങൾ 3 പേർ ഇറങ്ങുക, അല്ലെങ്കിൽ മാമിനെ മാത്രം എടുത്ത് നിങ്ങൾക്ക് പോകാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഇത്തിരി മേജർ ആയിട്ടുള്ള എനിക്ക് നിർത്താൻ പറ്റില്ല. ആ സമയത്ത് ഞാൻ മോനെ ഉമ്മച്ചയും വെച്ചിട്ട് എനിക്ക് വരേണ്ടി വന്നു. കാരണം എനിക്ക് പിറ്റേന്ന് മീറ്റിംഗ് ഉണ്ടായി. അവർ പറയുന്ന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമിഗ്രേഷൻ എന്ന്, അബുദാബി ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞു പുള്ളിക്കാർക്ക് UAE പറ്റത്തില്ല, UAE എന്തോ റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ മൊമെന്റിൽ ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ തിരിച്ചുകൂടെ വരുന്നു. അബുദാബിയിൽ വന്നിട്ട് ഞാൻ ഇമിഗ്രേഷനിൽ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, ആളിന്റെ വിസ സ്റ്റിൽ അലൈവ് ആണ്, പിന്നെ എങ്ങനെയാണ് പ്രശ്നം വരുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. ഞാൻ എന്നിട്ട് അവിടെ വേറൊരു സ്റ്റാഫിനോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ മാമിന്റെ അവിടെ നിന്ന് ഗേറ്റിലേക്ക് ബോർഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത്, അല്ലാണ്ട് ഇവിടെ നിങ്ങൾക്ക് എൻട്രി ചെയ്യുന്നതിന് വേറെ പ്രോബ്ലം ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രശ്നമില്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഷാർജ ഇമിഗ്രേഷൻ സെന്ററിൽ പോയിട്ടുണ്ട്, ദുബായിൽ പോയിട്ടുണ്ട്, 2 സ്ഥലത്തും പോയിട്ട് അവിടെ 2 പേരും ഒരു കുഴപ്പമില്ല എൻട്രി ചെയ്യാന്ന് പിന്നെയും പറഞ്ഞ ബേസ് ചെയ്തിട്ട് ഞാൻ ഒരിക്കൽ കൂടി അബുദാബി തന്നെ പോയി, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അപ്പോൾ അവർ എന്നോട് ചോദിക്കുന്നത്, നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആണ്, നിങ്ങൾക്ക് ബ്രെയിൻ ഇല്ലേ, നിങ്ങൾക്ക് ബ്രെയിൻ യൂസ് ചിന്തിക്കാൻ പാടില്ലായോ? കാരണം വിസയുള്ള ഒരാൾക്ക് നമ്മൾ വിസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ഇഷ്യൂ ഉണ്ടാവില്ല. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ വിസ നമ്മൾ ഓൾറെഡി അവർ കൊടുക്കാതിരിക്കുകയാണ് പതിവ്. ജാസ്മിൻ മുബാറക്കിന്റെ മാതാവ് ആബിദ ബീവിയുടെ യാത്രയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് മുടക്കിയത്. വെഞ്ഞാറമൂട് സ്വദേശിയായ ആബിദ ബീവിയും ജാസ്മിൻ മുബാറക്കും മകൻ ഫർസൽ നിഷാനും തിരുവനന്തപുരത്തു നിന്നുമാണ് യാത്ര ചെയ്യേണ്ടിയിരുന്നത്. ഓഗസ്റ്റ് 1 രാത്രി 8:30 എയർ ഇന്ത്യ എക്സ്പ്രസ് IX 537 അബുദാബിയിലേക്ക്. വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ നടപടികളെല്ലാം പൂർത്തിയായ ശേഷമാണ് ആബിദ ബീവിക്ക് യാത്ര ചെയ്യാനാകില്ലെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചത്. വിമാനം പുറപ്പെടുന്നതിന് തൊട്ട് മുൻപ് അബുദാബിയിൽ നിന്നും ക്ലിയറൻസ് ലഭിച്ചില്ലെന്നായിരുന്നു വിശദീകരണം. ഓൾറെഡി നമ്മൾ വിസ ഇഷ്യൂ ചെയ്തു, നിങ്ങൾ ബോർഡിങ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുന്നത് ഇറ്റ്സ് പ്യോർലി എയർലൈൻസിന് ഇഷ്യൂ ആവാനാണ് ചാൻസ്, നമുക്ക് ഏതൊരു ഇഷ്യൂ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ റിസ്ക് എടുക്കാൻ മേലാത്തത് കൊണ്ട് നെക്സ്റ്റ് ടൈമിൽ ഞാൻ ഇൻഡുഗയിലേക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യം വന്ന എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് ഈ പ്രോബ്ലം ഉണ്ടായത്. അപ്പോൾ ഇൻഡുഗയിൽ എടുക്കുന്നു, അത് ഷാർജ ആയിരുന്നു. ഷാർജയിലേക്ക് അവർ ഒരു പ്രോബ്ലം ഇല്ലാണ്ട് ഇന്നലെ ഞാൻ റെക്ടിഫൈ ചെയ്തിട്ട് ഇന്നലെ വൈകുന്നേരം കയറി ഇന്ന് രാവിലെ അവർ ലാൻഡ് ചെയ്തു. പക്ഷേ ഇത് പറയുമ്പോൾ സിമ്പിൾ ആണെങ്കിലും ഈ ഒരു 3 ഡേയ്സ് ഞാൻ അനുഭവിച്ച ഒരു മെന്റൽ സ്ട്രെസ് ഉണ്ട്. കാരണം എൻ്റെ ഗ്രാൻഡ് മദറിന് സുഖമില്ലാതിരിക്കുകയാണ്. അപ്പോൾ മദറിന് അതിൻ്റെ ആയിട്ടുള്ള കുറേ ഇഷ്യൂസ് ഉണ്ട്, മോൻ്റെ സ്കൂളിൻ്റെ പ്രശ്നമുണ്ട്, ലഗേജസ് എല്ലാം അപ്പുറം ഇപ്പുറം കുറേ നമ്മുടെ ചേഞ്ച് ആയി. നമ്മൾ ഒരുമിച്ച് നമ്മൾ ലഗേജ് ഇട്ടപ്പോൾ ഞങ്ങൾ 3 പേരുടെ ലഗേജ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പോയി. മോൻ്റെ കുറേ ബുക്സ്, നമ്മുടെ ലാപ്ടോപ്സിൻ്റെ കയ്യിലുണ്ടെങ്കിൽ ചാർജർ വേറെ ബാഗിനകത്തായിരിക്കാം, ഡ്രസ്സസ് അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്മാച്ച് ആവാം, അങ്ങനെ ഒത്തിരി ഇഷ്യൂസ് വന്നിട്ടുണ്ടായി. അമ്മയെയും മകനെയും വിമാനത്താവളത്തിലാക്കി ജാസ്മിൻ ഒറ്റയ്ക്കാണ് അബുദാബിയിലേക്ക് യാത്ര ചെയ്തത്. അബുദാബിയിലും ദുബായിലും ഷാർജയിലുമെല്ലാമായി അന്വേഷിച്ചെങ്കിലും ആബിദ ബീവിക്ക് യാത്രാവിലക്കുള്ളതായി എവിടെ നിന്നും ഒരു രേഖയും കിട്ടിയില്ല. ഇത് ഓൾറെഡി വിസ ഓണാണ്, ഇത് ആക്റ്റീവ് വിസയാണ്, ഒരു പ്രശ്നമില്ല, എന്തുകൊണ്ട് തിരിച്ചുവിട്ടെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ വേറെ ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ എയർ ഇന്ത്യയുടെ അവിടുത്തെ കൗണ്ടർ, എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കൗണ്ടറിൽ ചോദിക്കുമ്പോൾ അവർ അതിന് ക്യാൻസലേഷൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗേറ്റിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എൻ്റെ കയ്യിൽ ബോർഡിംഗ് പാസും ഇമിഗ്രേഷൻ കൗണ്ടറിൽ കിട്ടിയ സ്ക്രീനും എൻ്റെ ആക്റ്റീവായിട്ടുള്ള വിസ ഉള്ളപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഗേറ്റിൽ നമ്മളെ തിരിച്ചു കൊണ്ടുവന്ന ഒരാളിനെ അവരുടെ ബോർഡിംഗ് ചെയ്തിട്ടില്ല, ഗേറ്റിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഗേറ്റ് വിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എയർ ഇന്ത്യ എക്സ്പ്രസിന് ജാസ്മിൻ ഇമെയിൽ അയച്ചെങ്കിലും ഇതുവരെ മറുപടിയും ലഭിച്ചില്ല. അവിടുന്ന് ഒരു കോള് അല്ലെങ്കിൽ ഒരു മെയിൽ റെസ്പോൺസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അവിടെ കറക്റ്റ് പറഞ്ഞു, നിങ്ങൾ എന്താണ് ഇഷ്യൂ എന്നുള്ളത് എനിക്കൊരു ഡോക്യുമെന്റ്സ് തരാം. കാരണം ഇൻ ഫ്യൂച്ചർ നിങ്ങളിപ്പം എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറയണു, നാളെ ഞാൻ ടിക്കറ്റ് എടുക്കുവാണ്, അവർക്ക് വരാൻ പറ്റില്ല എന്നൊരു ഇഷ്യൂ ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ ഡോക്യുമെന്റ്സ് തരണം എന്നുള്ള ലെവലിൽ ഞാൻ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിനൊരു റെസ്പോൺസ് ഒന്നും തന്നെ ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എയർ ഇന്ത്യക്കാരെ എനിക്ക് അറിയാവുന്ന ആളോട് കോൺടാക്ട് ചെയ്യുമ്പോൾ പറയുന്നത് ഡയറക്റ്റ്ലി അവർക്ക് അബുദാബി എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഇങ്ങനെ ആയിരുന്നു എന്നാണ്. പക്ഷെ അബുദാബിയിലും ദുബായിലും UAE ഫുള്ള് പറയുന്നു അങ്ങനെ അല്ലാന്ന്.
വിമാന കമ്പനി ജീവനക്കാരുടെ പെരുമാറ്റവും ഇടപെടലും മോശമായിരുന്നുവെന്ന പരാതിയും ഈ കുടുംബത്തിനുണ്ട്. ഏറെ നേരം കാത്തുനിന്ന ശേഷമാണ് ആബിദ ബീവിക്കും ഫർസലിനും ലഗേജ് തിരിച്ചു കിട്ടിയത്. വീട്ടിലേക്ക് തിരിച്ചുപോയ ബന്ധുക്കളെ വിളിച്ചു വരുത്തേണ്ടതായും വന്നു. തിരിച്ച് ഇമിഗ്രേഷനിൽ വന്ന് ലഗേജിന് വേണ്ടി വരുമ്പോൾ അവിടെ നിന്ന് 3-4 സ്റ്റാഫുകൾ എല്ലാം കൂടെ അങ്ങ് ചേർന്ന് റീസൺ ഇല്ലാതെ എന്തുകൊണ്ട് ഇങ്ങനെ വന്ന് അവിടെ എന്തോ പറഞ്ഞു നേക്കണം. അപ്പം വിസയുടെ കോപ്പി ചോദിച്ചു. കോപ്പി ചോദിക്കുമ്പം മോളെ മൊബൈലില്ല. അമ്മ ഹോസ്പിറ്റലൈസായതിനെ കൊണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ കോപ്പിയൊന്നും കൊടുക്കാൻ പറ്റിയില്ല. മൊബൈലില്ല, മോളെ മൊബൈലായിരുന്നു. ഞങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് ഇട്ടുതരാൻ പറഞ്ഞപ്പോൾ മോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. അപ്പം അത് തിരിച്ച് നമുക്ക് എടുക്കാനും പറ്റിയില്ല, അത് കാണിക്കാനായിട്ട്. അപ്പോൾ അവർ അപ്പോഴും അവിടുത്തെ സ്റ്റാഫുകൾ പറയുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് പിന്നെ ബോർഡിംഗ് പാസ് കിട്ടൂല, ഇമിഗ്രേഷൻ ക്ലിയർ ആകില്ല, പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നാണ് അവർ ഞങ്ങളോട് തിരിച്ച് ഇങ്ങനെ ചോദിച്ചു. ഞങ്ങൾ ചുരുക്കം പറഞ്ഞാൽ 8:30 ഫ്ലൈറ്റ് പോയി കഴിഞ്ഞ് ഞങ്ങൾ 10 മണിയായി ഞങ്ങൾക്ക് ആ ലഗേജ് കിട്ടാനായിട്ട്. അത്രയും നേരം നമ്മളവിടെ കണ്ട് വെയിറ്റ് ചെയ്തു. ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് പോയ വണ്ടി പിന്നെ നാട്ടിൽ തിരിച്ചു വന്നാൽ ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റുന്നത്. ഇത്തിരി പ്രശ്നങ്ങളിൽ നമ്മൾ മാനസികമായിട്ട് നല്ല ബുദ്ധിമുട്ട്. കാലങ്ങളായി ഷാർജയിൽ താമസിക്കുന്നവരാണ് ജാസ്മിനും കുടുംബവും. പലതവണ കേരളത്തിലേക്കും തിരിച്ചും യാത്ര ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെയൊരു ദുരനുഭവം. 2 ദിവസത്തിന് ശേഷം ഇൻഡിഗോ വിമാനത്തിൽ ആബിദയും കൊച്ചുമകനും ഷാർജയിലേക്ക് യാത്ര ചെയ്തു. അന്ന് ഇത്തരത്തിലുള്ള ഒരു പരാതിയും തടസ്സങ്ങളും എവിടെയും ഉണ്ടായില്ല. ഇത് ഓൾറെഡി വിസ ഓണാണ്, ഇത് ആക്റ്റീവ് വിസ ആണ്, ഒരു പ്രശ്നമില്ല, എന്തുകൊണ്ട് തിരിച്ചിട്ടെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ അവരുടെ ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ എയർ ഇന്ത്യയുടെ അവിടുത്തെ കൗണ്ടർ, എയർ എക്സ്പ്രസിന്റെ കൗണ്ടറിൽ ചോദിക്കുമ്പോൾ അവർ അതിന് ക്യാൻസലേഷൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗേറ്റിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എൻ്റെ കയ്യിൽ ബോർഡിംഗ് പാസും ഇമിഗ്രേഷൻ കൗണ്ടറിൽ കിട്ടിയ സ്ത്രീയിലും എൻ്റെ ആക്റ്റീവായിട്ടുള്ള വിസ ഉള്ളപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഗേറ്റിൽ നമ്മൾ തിരിച്ചു കൊണ്ടുപോയ ഒരാളിനെ അവരുടെ ബോർഡിംഗ് ചെയ്തിട്ടില്ല, ഗേറ്റിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഗേറ്റ് വിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനിടെ എയർ ഇന്ത്യ വക്താവിന്റേതായി ഒരു വിശദീകരണ കുറിപ്പ് പുറത്തുവന്നു. ഏകപക്ഷീയമായി യാത്ര മുടക്കിയിട്ടില്ലെന്നും യാത്രക്കാരി എത്തേണ്ടിയിരുന്ന രാജ്യത്തു നിന്നും ലഭിച്ച നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടിയെന്നുമാണ് വിശദീകരണം. ഇമിഗ്രേഷൻ അനുമതിയില്ലാതെ യാത്രക്കാരിയെ കയറ്റിവിടാൻ കഴിയില്ല. ഇങ്ങനെ ചെയ്താൽ അവരെ പിടികൂടി തിരിച്ചയക്കാമെന്നും പിഴ ചുമത്താമെന്നും ആ വിശദീകരണക്കുറിപ്പിൽ പറയുന്നുണ്ട്. എന്നാൽ പരാതിക്കാരിക്ക് ഇങ്ങനെയൊരു മറുപടി രേഖാമൂലം ഇതുവരെ ലഭിച്ചിട്ടില്ല. മാത്രമല്ല 2 ദിവസത്തിന് ശേഷം ഇതേ യാത്രക്കാരിക്ക് മറ്റൊരു വിമാനത്തിൽ മറ്റൊന്നും ചെയ്യാതെ തന്നെ UAE-യിലേക്ക് യാത്ര ചെയ്യാനും കഴിഞ്ഞു. ഈ വൈരുദ്ധ്യമാണ് ഈ കുടുംബത്തിന് ഇനിയും മനസ്സിലാകാത്തത്. അത് കൃത്യമായി ബോധ്യപ്പെടുത്തിയാൽ എയർ ഇന്ത്യ എക്സ്പ്രസിൽ ഇനിയും യാത്ര ചെയ്യാമെന്നാണ് ഈ കുടുംബത്തിന്റെ ആഗ്രഹം. ഇല്ലെങ്കിൽ എയർ ഇന്ത്യ എക്സ്പ്രസിലുള്ള യാത്ര എപ്പോഴും ഒരു പേടി സ്വപ്നമാകും. ഇസ്ലാം മതത്തെക്കുറിച്ചും ഖുർആനെക്കുറിച്ചും പറഞ്ഞു തരുന്ന ഒരു പാർക്ക്, ദുബായിലെ ഖുറാനിക് പാർക്ക്. അൽഖവനീജിലാണ് ഈ പാർക്കുള്ളത്. ഇവിടെ വരുമ്പോൾ നമുക്ക് ചരിത്രവും സംസ്കാരവും ശാസ്ത്രവും എല്ലാം ചേർത്തുകൊണ്ട് പുതിയ ഒരു ലോകം, പുതിയ അനുഭവങ്ങളും കാഴ്ചകളും, അതാണ് ഈ പാർക്ക് പങ്കുവയ്ക്കുന്നത്. ഖുറാനിക് പാർക്കിൽ വരാൻ പറ്റിയ ഏറ്റവും നല്ല സീസണാണ് ഇത്. തണുപ്പുകാലം. എവിടെ നോക്കിയാലും നമുക്ക് നിറഞ്ഞ പൂക്കൾ കാണാം. എവിടെയും പല വർണ്ണത്തിൽ, അത് വെളുപ്പ്, ചുവപ്പ്, മഞ്ഞ, പല നിറങ്ങളിൽ നമുക്ക് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങൾ കാണാം. പാർക്കിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. പക്ഷേ 2 ഇടത്തേക്ക് കയറണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഒന്ന് കേവ് ഓഫ് മിറക്കിൾസ്, അത് ഖുറാനുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രവും സംസ്കാരവും ഒക്കെ വ്യക്തമാക്കുന്ന ഒരു ഇന്ററാക്റ്റീവ് ഏരിയ ആണ്. മറ്റൊന്ന് ഗ്ലാസ് ഹൗസ്, ഗ്ലാസിനകത്ത് ചെടികളും മരങ്ങളും വളരുന്നത്. അത് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ ഇതേപോലെ ഇവിടെ വന്നിട്ട് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഈ ടിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് ഇവിടെ വന്നിട്ട് എടുക്കാൻ പറ്റും. അതിനുള്ള സംവിധാനമുണ്ട്. ഗ്ലാസ് ഹൗസിലേക്കുള്ള ടിക്കറ്റാണ് ഇവിടെ നിന്ന് നമ്മൾ എടുക്കുന്നത്. അത് ഭാഷ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അത് ഗ്ലാസ് ഹൗസ് ആണോ അല്ലെങ്കിൽ മിറക്കിൾ കേവ് ആണോ വേണ്ടത് എന്ന് നമ്മളോട് ചോദിക്കുന്നു. നമ്മൾ ആദ്യം എടുക്കുന്നത് ഗ്ലാസ് ഹൗസിലേക്ക്. അതിൽ എത്ര പേരുണ്ട് എന്ന് ചോദിക്കും. 2 പേരാണെങ്കിൽ 2 പേര്. ഇപ്പോൾ 1, 2 പേര്. ആ 2 പേർക്കുള്ള ടിക്കറ്റ് നമ്മൾ ഇനി എടുക്കുകയാണ്. അടുത്ത സ്റ്റെപ്പിലേക്ക്. ഇതാണ് ഒരാൾക്ക് 5 ദിർഹമാണ് ടിക്കറ്റ് റേറ്റ്. 2 പേർക്കാകുമ്പോൾ 10. നമ്മൾ ടിക്കറ്റ് എടുക്കുന്നു. അതെങ്ങനെയാണ് അടയ്ക്കേണ്ടതെന്ന് ചോദിക്കുന്നു. ഇതുപോലെ നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കാം. 2 ടിക്കറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് വിസ കാർഡോ അല്ലെങ്കിൽ നമുക്ക് നോൾ കാർഡോ ഒക്കെ ഉപയോഗിച്ച് പേ ചെയ്യാം. നമുക്ക് ഗ്ലാസ് ഹൗസിലേക്ക് പോകാം.
ഏതാണ്ട് 28ഓളം മരങ്ങളും ചെടികളുമാണ് ഈ ഗ്ലാസ് ഹൗസിനകത്ത് ഉള്ളത്. അത് കോണുണ്ട്, ഒലിവ് മരമുണ്ട്, ഫിഗ് ഉണ്ട്, പിന്നീട് മറ്റ് നമ്മൾ സാധാരണ കാണുന്ന കുക്കുംബർ, ഊത്, വാഴ, ഗാർലിക്, വെളുത്തുള്ളി, എല്ലാ സാധനങ്ങളും ഇതിനകത്ത് വളരുന്നുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള കാലാവസ്ഥയാണ് ഇതിനകത്ത് ഒരുക്കിയിട്ടുള്ളത്. ഒലീവ് മരത്തിന് ചുവട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. ഒലീവ് കായ്, ഒലീവ് ഇലകൾ, ഇതൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. ഇത് കാണാൻ ഇവിടെ തന്നെ വരണം, ദുബായിലെ ഖുറാനിക് പാർക്ക്. ഇതാണ് ഊത്. ഊതിന്റെ മണത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലാണ് പ്രധാനമായും ഊത് വളരുന്നത്. ഖുറാനിലും മറ്റുമൊക്കെ ധാരാളം ഊതിന്റെ മഹിമയെക്കുറിച്ച് പറയുന്നുണ്ട്. അതാണ് നമ്മൾ കാണുന്നത്. ഊത് വലിയ മരമാകും, അതിന്റെ കറയാണ് എടുത്ത് ഉണക്കി ഊതാക്കി മാറ്റുന്നത്. നമ്മൾ കാണുന്ന ഊത് അതാണ്. മുന്തിരി, തണ്ണിമത്തൻ, നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്ന വാഴ, എള്ള് എല്ലാം ഇവിടെ ഉണ്ട്. എല്ലാം അവയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ ഒരുക്കിക്കൊണ്ടാണ് ഇവിടെ വളർത്തുന്നത്. ഖുറാനിക് പാർക്ക് എന്നാണെങ്കിൽ പോലും പ്രകൃതിയെ അത്രത്തോളം സംരക്ഷിക്കുന്ന ഒരിടം കൂടിയാണ് ഇവിടെ. ഖുറാനിക് പാർക്കിലെ ഗ്ലാസ് ഹൗസിലെത്തിയാൽ ഈ ഒരു സ്ഥലം ഒരിക്കലും വിട്ടുപോകരുത്. ഇതാണ് ഒബ്സർവേറ്ററി ഡെക്ക്. ഇവിടെ നിന്ന് നമുക്ക് മുകളിലേക്ക് കയറിയിട്ട് ഈ പാർക്കിനെ മൊത്തത്തിലൊന്ന് കാണാൻ കഴിയും. എല്ലാ കാഴ്ചകളും, ചെടികളും മരങ്ങളും ഒക്കെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാനും കാണാനും കഴിയും. നല്ലൊരു ഇടമാണ്. ഒരിക്കലും ഈ പ്രദേശം, ഈ സ്ഥലം വിട്ടുപോകരുത്. വീൽ ചെയറിലൊക്കെ വരുന്ന ആളുകളുണ്ടാവും, അവരെ നമുക്ക് ഇവിടത്തേക്ക് കൊണ്ടുവരാൻ കഴിയും. നടന്ന് സ്റ്റെപ്പ് കയറി വരാം, അതുമല്ലെങ്കിൽ ഇതിലെ ഇങ്ങനെ വീൽ ചെയറിലേക്ക് നമുക്ക് തള്ളിക്കൊണ്ട് വരാനും കഴിയും. എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾക്ക്, എല്ലാ ആരോഗ്യാവസ്ഥയിലുമുള്ള ആളുകൾക്ക് ഇത് വന്ന് കാണാൻ പറ്റുന്ന വിധത്തിലാണ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. बहुत अच्छा व्यू है. It's nice this place. It's very nice place. View अच्छा है. It's a new culture. മൂസാ നബി അനുയായികളെയും കൊണ്ട്, ഇസ്രായേലരെയും കൊണ്ട് ചെങ്കടലിലൂടെ രക്ഷപ്പെട്ട ഒരു കഥ ബൈബിളിലും അതോടൊപ്പം തന്നെ ഖുറാനിലും പറയുന്നുണ്ട്. വടി നിലത്തിട്ട് കടലിനെ രണ്ടായി പകർത്ത് അതിലൂടെ വിശ്വാസികളെ അല്ലെങ്കിൽ അനുയായികളെ രക്ഷപ്പെടുത്തിയ കഥ. അതിൻ്റെ സ്മാരകം അല്ലെങ്കിൽ അതിൻ്റെ ഓർമ്മയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. മോസസ് ലേക്ക്. രണ്ട് ഭാഗത്തു നിന്നും ഇതുപോലെ വെള്ളം വീഴുന്നു. നടുവിലൂടെ നമുക്ക് ഒരു തടസ്സവുമില്ലാതെ നടന്നു പോകാം. മൂസാ നബി ചെയ്ത ആ ദിവ്യ പ്രവൃത്തിയുടെ ഓർമ്മയാണ് ഇത്. അറുപത്തിനാല് ഹെക്ടറിലായിട്ടാണ് ഖുറാനിക് പാർക്ക് പരന്നു കിടക്കുന്നത്. മരങ്ങളും ചെടികളും ഫൗണ്ടൈനും എല്ലാമായി ഒരു വല്ലാത്ത അനുഭവവും കാഴ്ചയുമാണ്. കുടുംബത്തോടൊപ്പവും കുട്ടികൾക്കൊപ്പവും എത്തി സമയം ചെലവിടാൻ പറ്റിയ ശാന്തമായിട്ടുള്ള ഒരിടം. ദുബായ് മെട്രോയിലാണ് പ്രധാനമായും നമുക്ക് ഖുറാനിക് പാർക്കിലേക്ക് വരാവുന്ന ഏറ്റവും എളുപ്പമാർഗം. സെന്റർ പോയിന്റ്, റെഡ് ലൈനിലെ സെന്റർ പോയിന്റ് മെട്രോ സ്റ്റേഷൻ ഇറങ്ങി അവിടെ നിന്നും ടാക്സി പിടിച്ചാൽ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഖുറാനിക് പാർക്കിൽ എത്താൻ കഴിയും. അല്ല, ഇനി ബസ്സിലാണ് വരുന്നതെങ്കിൽ 11A 11B 11A 11B ഈ രണ്ട് ബസ്സുകളും തൊട്ടടുത്ത് വരെ സർവീസ് നടത്തുന്നുണ്ട്. ഇതാണ് മിറക്കിൾ കേവ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി ഒരു അത്ഭുതം തന്നെയാണ്. ആ അത്ഭുത ജീവിതം, അദ്ദേഹം വിശ്വാസികൾക്ക് ലോകത്തിന് നൽകിയിട്ടുള്ള അത്ഭുത സന്ദേശങ്ങൾ, അതെല്ലാം തന്നെ നമുക്ക് ഇവിടെ കാണാം. ഖുറാനിക് പാർക്കിൽ എത്തിയാൽ ഒരിക്കലും ഈ സ്ഥലത്ത് വരാതെ തിരിച്ചു പോകരുത്. അത് വലിയ നഷ്ടമാകും. ഇതാണ് മിറക്കിൾ കേവ്. ലോകത്തിലെ വിശ്വാസികൾക്ക് മുന്നിലെത്തിയിട്ടുള്ള, ഇസ്ലാം മത വിശ്വാസികൾക്ക് മുന്നിലെത്തിയിട്ടുള്ള അത്ഭുതങ്ങൾ ഇവിടെ നമുക്ക് അനുഭവിച്ച് അറിയാം. ആദം നബി മുതൽ മുഹമ്മദ് നബി വരെയുള്ള പ്രവാചകന്മാർ ചെയ്ത മഹത്വരമായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ അത്ഭുത പ്രവർത്തികൾ, ഒരു ജനതയെ വാർത്തെടുക്കാൻ അവർ ചെയ്തിട്ടുള്ള അധ്വാനത്തിൻ്റെയും അത്ഭുതങ്ങളുടെയും ഒക്കെ കഥകൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കും. ആദം നബിയിൽ തുടങ്ങി അന്ത്യപ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൽ എത്തുമ്പോഴാണ് ഈ യാത്ര അവസാനിക്കുന്നത്.
ഏത് ധൈര്യശാലിയെയും ഞെട്ടിക്കുന്ന ഇടമുണ്ട് ദുബായിൽ. വിനോദത്തിന്റെ നഗരം മാത്രമല്ല ദുബായിൽ, നമ്മളെ കിടിലം കൊള്ളിക്കുന്ന ത്രസിപ്പിക്കുന്ന ഇടങ്ങൾ കൂടിയുണ്ട്. മോഷൻ ഗേറ്റിലേക്ക് വരണം, കാണാം നമുക്ക്. ഹോളിവുഡ് സിനിമയുടെ തീമിലാണ് മോഷൻ ഗേറ്റ് ഒരുക്കിയിട്ടുള്ളത്. 5 തീമുകളാക്കി തിരിച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മളെ ഞെട്ടിക്കുന്ന കാഴ്ചകൾ ഒരുക്കി അവിടെ എത്തുന്ന ഓരോരുത്തരെയും സ്വീകരിക്കുക. ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും ഇവിടെ വരാം. നമുക്ക് ഓരോന്നായിട്ട് കാഴ്ചകൾ കാണാം. നാൽപ്പത്തിയഞ്ച് ഏക്കറിലാണ് പരന്നു കിടക്കുന്നത് ദുബായ് മോഷൻ ഗേറ്റ്. ഹോളിവുഡ് സിനിമയിൽ നിന്നും തീം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. ഇതിലൂടെ നമ്മൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ജോൺ വിക്ക്, നൗ യു സീ മീ, അതോടൊപ്പം തന്നെ ക്യാപിറ്റോൾ, ബുള്ളറ്റിൻ തുടങ്ങി പല സിനിമകളും നമ്മൾ ഓർത്തു പോകും. അത്തരത്തിലൊരു ഹോളിവുഡ് സിനിമാ ലോകത്തെത്തിയ അനുഭവമാണ് ഇതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്കുണ്ടാക്കുക. മോഷൻ ഗേറ്റിലേക്ക് വരുമ്പോൾ തന്നെ നമ്മളെ പേടിപ്പിക്കുന്ന രൂപങ്ങൾ ഓരോ ഇടങ്ങളിലുമുണ്ട്. ഇതുപോലെ ഓരോ സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. മനുഷ്യന്റെ തലയോട്ടിയും അതോടൊപ്പം തന്നെ വവ്വാലുകളും ഒക്കെ ആയിട്ട്, ചിലന്തികളും ഒക്കെ ആയിട്ട് കെട്ടിടത്തിന്റെ ഓരോ വശങ്ങളിലും റോഡിന്റെ ഓരോ വശത്തുമൊക്കെ ഇത് നമ്മൾക്ക് കാണാൻ കഴിയും. ഇതെല്ലാം കണ്ട് ധൈര്യം സംഭരിച്ചിട്ട് വേണം നമുക്ക് അകത്തേക്ക് പോകാൻ. അകത്ത് പോയാൽ ഇതിനേക്കാൾ ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് കാണാൻ. ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന സംഭ്രമജനകമായിട്ടുള്ള ഒരു യാത്ര. ട്രാൻസിൽവാനിയ, ഡ്രാക്കുളയുടെ ഹോട്ടൽ, അതിലൂടെയാണ് സഞ്ചരിക്കാൻ പോകുന്നത്. അതിലെ കാഴ്ചകൾ കാണാം. It was really fun. It's great for kids. I've been watching that movie since I was a kid as well, so it really was nice. ഈ കാഴ്ചകൾ കാണാൻ ഒറ്റയ്ക്ക് വരരുത്. ഇതുപോലെ എവിടെയും നമ്മളെ പേടിപ്പിക്കുന്ന രൂപങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ വലിയ ശബ്ദത്തോടു കൂടിയായിരിക്കും ചാടി നമ്മളെ പിടിക്കാൻ വരുന്നത്. തലയോട്ടികൾ, അസ്ഥികൂടങ്ങൾ, ഇതുപോലുള്ള കാഴ്ചകൾ, പേടിപ്പെടുത്തുന്ന കാഴ്ചകളായിരിക്കും പലയിടങ്ങളിൽ. വിജയിക്കുക അല്ലെങ്കിൽ മരണത്തിന് കീഴടങ്ങുക. സോ സീരീസിൽ പലയിടത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവസാന നിമിഷം വരെ പോരാടുക അല്ലെങ്കിൽ മരണത്തിന് കീഴടങ്ങുക. നമ്മളെ ത്രസിപ്പിച്ചിട്ടുള്ള, ഞെട്ടിപ്പിച്ചിട്ടുള്ള സോയിലെ കാഴ്ചകൾ, അതിലേക്കാണ് കിടക്കുന്നത്. Within the warehouse, red lights will guide your path. They symbolize your descent to failure. Your sole chance at survival is to turn them green. പേടിപ്പെടുത്തുന്ന കാഴ്ചകൾ മാത്രമല്ല മോഷൻ ഗേറ്റിലുള്ളത്. ഇവിടെ വരുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുമിച്ചിരുന്ന് ഒരു തിയേറ്റർ അനുഭവം, അതാണ് വാമ്പർ സർക്കസ് തരുന്നത്. ആ കാഴ്ചകൾ കൂടി കാണാം.
I really enjoyed it. We have Chinese friends with me. They all enjoyed it. It's a great spectacular show. I think it's not scary, so kids also can enjoy it. 5 മേഖലകളാക്കി തിരിച്ചാണ് മോഷൻ ഗേറ്റിലെ അത്ഭുത കാഴ്ചകളും അവിസ്മരണീയ അനുഭവങ്ങളും നമ്മളെ വരവേൽക്കുന്നത്. ആ 5 മേഖലകളിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള കലാകാരന്മാർ നമ്മളെ അവരുടെ വിസ്മയ പ്രകടനങ്ങൾ കൊണ്ട് അത്ഭുതപ്പെടുത്തും. അതോടൊപ്പം തന്നെയാണ് മറ്റു കാഴ്ചകളുള്ളത്. 27 റൈഡറുകളുണ്ട്. നമ്മുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന നിരവധി റൈഡറുകൾ, ഏതാണ്ട് 27 റൈഡറുകൾ ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ റൈഡറുകളൊക്കെ ഇതുപോലെ തന്നെ നമ്മുടെ നെഞ്ചിടിപ്പ് കൂട്ടുമെന്നുള്ളതും അതോടൊപ്പം തന്നെ വെള്ളത്തിലൂടെ പോകാൻ, വെള്ളത്തിൽ കളിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വാട്ടർ റൈഡർ കൂടിയുണ്ട്. ഇങ്ങനെ നിരവധി അത്ഭുതങ്ങൾ നമ്മളെ വരവേൽക്കും. ഇതോടൊപ്പം തന്നെ ഷോപ്പിങ്ങിനുള്ള അനുഭവങ്ങളുണ്ട്, ഹോട്ടലുകളുണ്ട്, റെസ്റ്റോറൻറ്റുകളുണ്ട്. ഏതായാലും മോഷൻ ഗേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ മറ്റൊരു ലോകത്തെത്തിയ അനുഭവമായിരിക്കും നമുക്കുണ്ടാകും. രാത്രി 8 മണി വരെയാണ് മോഷൻ ഗേറ്റ് സന്ദർശകരെ സ്വീകരിക്കുക. 8 മണിക്ക് ശേഷം പ്രവേശനം അനുവദിക്കില്ല. നമ്മൾ ഭക്ഷണപ്രിയരാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ 7 റെസ്റ്റോറൻറ്റുകളും ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. 295 ദിർഹമാണ് പ്രവേശന ടിക്കറ്റിന്റെ വില. ഗൾഫിൽ നിന്നുമുള്ള കാഴ്ചകളും വിശേഷങ്ങളുമായി അറേബ്യൻ സ്റ്റോറീസ് വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. നമസ്കാരം.